വധക്കേസിൽ പങ്കെന്ന പരാമർശത്തിൽ ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രന് ജമാഅത്തെ ഇസ്ലാമിയുടെ വക്കീൽ നോട്ടീസ്. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. പ്രസ്താവനകളൊക്കെ പ്രസ്താവന എല്ലാവരും ഇറക്കുന്നുണ്ടല്ലേ? കൊണ്ടുപിടിച്ച് ആണ് 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 എന്ന് പറഞ്ഞവരില്ലേ അല്ലേ? പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയാ. എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്. അത് അവര് പറയുന്നത് പറഞ്ഞോട്ടെ. പക്ഷെ ഒരു ജനനിശ്ചയം എന്ന് പറയുന്നത് ഇതിനെ ഒന്നും ആധാരമാക്കിയായിരിക്കില്ല. പുറമേക്കുള്ള ഗൗരവൊന്നും കണക്കിലെടുക്കണ്ട, എന്നെ പോലെ തന്നെയാ. ജനങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും മാറി വരുന്ന ചിന്താഗതി. അതുകൊണ്ട് ഇപ്പൊ എന്താ ഈ കാലഘട്ടം 12 വർഷത്തെ ഞങ്ങളുടെ ഒരു ഭരണ മികവ് ദേശവ്യാപകമായി, അതും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ആവും. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. ഞാൻ 2 പ്രാവശ്യം നിന്ന് തോറ്റിട്ടല്ല. ഇത്തവണത്തെ ജനവിധി എങ്ങനെയാവുന്ന പ്രതീക്ഷിക്കുന്നത്? സർപ്രൈസസ് ഉണ്ടാവും. ആർക്ക്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് എത്ര കിട്ടും, കോൺഗ്രസിന് എത്ര കിട്ടും? നിങ്ങൾ വലിയ എല്ലാ രാഷ്ട്രീയത്തെയും അനലൈസ് ചെയ്യുന്നവരില്ലേ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അപ്പോ ഇപ്പൊ ശോഭ ജയിച്ചു വന്നു കഴിഞ്ഞ് MLA ആയിട്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കരുത്. അന്നും കോടതി പോവാൻ വേണ്ടി ഇപ്പോഴേ ഒരു തുണ്ട് അവിടെ എഴുതി വെക്കുക. അത്രേ ഉള്ളൂ. ഇത് ഒരു തുണ്ട് മാത്രമാണ്. തുണ്ടെന്ന് പറയുമ്പോ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ എടുത്തോളൂ. ഈ വിവാദങ്ങളൊന്നും തിരിച്ചടിയാവില്ല തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന്. ആ നിശ്ചയത്തിൽ നിന്നൊന്നും നിങ്ങളുടെ ഈ ചെപ്പടി വിദ്യയും മറ്റേ അവര് പറയുന്ന പോലെ എന്താ പൊറോട്ട നാടകം, അതൊന്നും കേൾക്കത്തില്ല. നിങ്ങൾ എന്ത് വെറുപ്പിക്കല, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.